ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ഒരുക്കമായുള്ള വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സ്വർഗരാജ്യത്തിലെ മഹിമയുടെ സിംഹാസനത്തിനരികിൽ അമ്മറാണിയുടെ സിംഹാസനത്തിൽ പുത്രൻ തൻ്റെ അമ്മയെ അവരോധിച്ച് ആദരിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുമ്പോൾ അമ്മയെ തിരുക്കുമാരൻ ഈ വലിയ ആദരവിലേക്ക് സ്വീകരിക്കാനുണ്ടായ ചില അടിസ്ഥാന കാരണങ്ങളെ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കുകയാണ്. ഇന്ന് 6-ാം ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ ഈ വലിയ ആദരവ് കൊടുക്കുവാൻ, ബഹുമതി കൊടുക്കുവാൻ കാരണമാക്കി തീർത്തത് അവളുടെ ജീവിതത്തിന്, അവളുടെ അധ്വാനത്തിന് കൊടുത്ത പ്രതിഫലമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മ എന്ന ആ വലിയ വിജയിച്ച അധ്വാനത്തിൻ്റെ ആ വലിയ മഹത്വം കാണിച്ചു തന്ന ആ അമ്മയെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. പ്രിയപ്പെട്ടവരെ, നന്നായി അധ്വാനിച്ച ഒരു നല്ല വിശ്വാസിയായിരുന്നു, നല്ല പോരാളിയായിരുന്നു പരിശുദ്ധ അമ്മ. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, തടവറയിൽ കിടന്നുകൊണ്ട് തൻ്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എഴുതിയ കത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. അവൻ്റെ ആ ജീവിതത്തെ ഓർത്തിട്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളെ ധ്യാനിച്ചിട്ട്, അവൻ കടന്നുപോയ വഴികൾ, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ കാലം മുതൽ ഈ നിമിഷം വരെ അവൻ കടന്നുപോയ യാതനകളുടെയും പീഡനങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും സങ്കടങ്ങളുടെയും എല്ലാം വഴികൾ, അവൻ്റെ അലച്ചിലുകൾ, അവൻ്റെ കണ്ണുനീര്, അവൻ്റെ ആ മരണകരമായ ജീവിതം, നൂൽപ്പാലത്തിലൂടെ പോകുന്നത് പോലുള്ള അവൻ്റെ ജീവിതം, ഇതെല്ലാം ആ തടവറയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ട് താൻ നിത്യതയിലേക്ക് കടന്നു പോകുമെന്ന് 100% ഉറപ്പുള്ള സമയത്ത് ഈ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. അവൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പൗലോസ് പറയുന്ന വാക്യമാണ്, ഞാൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത് മുതൽ നല്ലതുപോലെ യുദ്ധം ചെയ്തു, ഞാൻ നല്ലതുപോലെ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എനിക്ക് നിശ്ചയിക്കപ്പെട്ട ആ വഴിയിലൂടെ എനിക്ക് തന്ന നിയോഗത്തെ ഞാൻ നല്ലതുപോലെ പൂർത്തിയാക്കി. ആകയാൽ നീതിയുടെ രാജാവ്, നീതിയുടെ ദൈവം എന്നെ മഹത്വത്തിൻ്റെ കിരീടമണിയിക്കും എന്ന് പൗലോസ് തടവറയിൽ കിടന്നുകൊണ്ട് അഭിമാനത്തോടെ ഓർക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട വത്സല ശിഷ്യനായ തിമോത്തിയോസിനോട് പൗലോസ് വലിയ സന്തോഷത്തോടെ മരണത്തിൻ്റെ നിമിഷം പറയുകയാണ്, ഞാൻ നല്ലപോലെ ഓടി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, അതിനാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം ഞാൻ സ്വന്തമാക്കും, അത് സ്വന്തമാക്കാൻ വേണ്ടി ഞാനിതാ പോവുക എന്ന് പറഞ്ഞ് പൗലോസ് തൻ്റെ എഴുത്ത് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നൊരു സുന്ദരമായ ബൈബിളിലെ ഏടാണ് ഈ കടന്നുപോകൽ. പൗലോസിൻ്റെ ഈ കടന്നുപോകൽ പരിശുദ്ധ അമ്മയുടെ കടന്നുപോകലിനോട് ചേർത്ത് നമുക്ക് ധ്യാനിക്കാൻ പറ്റും. കർത്താവിനെ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ കണ്ടുമുട്ടിയ പൗലോസ് അവൻ്റെ മരണത്തിൻ്റെ വിനാഴികയുടെ തൊട്ടുമുമ്പ് എത്രയോ സംതൃപ്തിയോടെയാണ് കടന്നു പോകുന്നത്. എങ്കിൽ ജീവിതത്തിൻ്റെ ആ കൗമാരത്തിൻ്റെ നാൾ മുതൽ, താൻ ജനിച്ച നാൾ മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ സ്വർഗത്തിന് വേണ്ടി, ദൈവപുത്രന് വേണ്ടി ജീവിച്ച ഒരമ്മ, സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരമ്മ, അങ്ങനെ ഒരമ്മ, അങ്ങനെ ഒരേ ഒരു അമ്മയെ ഈ ചരിത്രത്തിലുള്ളൂ, അത് പരിശുദ്ധ മറിയമെന്ന അമ്മയാണ്. ആ അമ്മ ഈ ലോകത്തിൽ നിന്ന് തിരുക്കുമാരൻ്റെ പക്കലേക്ക് കടന്നുപോയത് എത്രയോ ചാരിതാർത്ഥ്യത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ, എത്രയോ നിറവോടെ ആയിരിക്കും ഈ അമ്മ കടന്നു പോവുക. എൻ്റെ ഓട്ടം ഞാൻ നല്ലതുപോലെ പൂർത്തിയാക്കി, ഞാൻ നല്ലതുപോലെ യുദ്ധം ചെയ്തുവെന്ന്
100-ൽ 101% പൗലോസ് പറഞ്ഞതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി സംതൃപ്തിയിൽ ആ വാക്കുകൾ ഉച്ചരിച്ച് തിരുക്കുമാരൻ്റെ അരികിലേക്ക് പാഞ്ഞു പോകുവാൻ ഈ അമ്മയ്ക്ക് സാധിച്ചു എന്നത് ഈ തിരുനാളിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനവും ഒരു ചിന്ത കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാ മറിയം നല്ല ഓട്ടം പൂർത്തിയാക്കിയവളാണ്, നന്നായി അധ്വാനിച്ചവളാണ് പരിശുദ്ധ അമ്മ. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിയവളായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. ഈ തിരുനാൾ ആചരിക്കുമ്പോൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ നിത്യസത്യം ഇതാണ്: നമ്മളും പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കണം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ അമ്മയിലൂടെ സ്വർഗം നമുക്ക് തരികയാണ്. അമ്മ തൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി തൻ്റെ സമ്മാനം മേടിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ ഭൂമിയിൽ ഈ അധ്വാനത്തിൻ്റെ ഈ സമരസഭയിൽ ജീവിക്കുന്ന നമ്മളോട് സഭ പറയുക, ഇതുപോലെ ഈ സമരസഭയിൽ ജീവിക്കുന്ന മക്കളെ, ഈ സമരസഭയിൽ നിന്ന് വിജയസഭയിലേക്ക് കരകയറുന്ന ഈ അമ്മയെ കണ്ടുകൊണ്ട് ഈ സമരസഭയിൽ മുന്നണി പോരാളികളായി നിന്ന് കർത്താവിന് വേണ്ടി പൊരുതി ഈ അമ്മയെപ്പോലെ ഈ അമ്മയോടൊപ്പം സ്വർഗത്തിൽ വിജയസഭയിൽ പോയി ഈ കിരീടം സ്വന്തമാക്കണമെന്ന് തിരുസഭ മാതാവ് ഈ തിരുനാളിൽ നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ മഹത്വത്തെ ധ്യാനിക്കാം, പരിശുദ്ധ അമ്മയുടെ അധ്വാനങ്ങളെ ധ്യാനിക്കാം, പരിശുദ്ധ അമ്മയുടെ പോരാട്ടങ്ങളെ ധ്യാനിക്കാം, അവളുടെ യുദ്ധങ്ങളെ, അവളുടെ ഓട്ടത്തെ എല്ലാം നമുക്ക് ഈ തിരുനാളിൽ ധ്യാനിക്കാം. അതാണ് ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ, അതാണ് ഉയരങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങുവാൻ മറിയത്തെ പ്രാപ്തയാക്കി തീർത്തത്. അവളുടെ ജീവിതമാണ് അവളുടെ ആ വിജയത്തിൻ്റെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വിജയം വരിച്ച ഒരു വലിയ പോരാളിയായിരുന്നു. നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. ഹെസക്കിയ രാജാവ് രോഗബാധിതനായി. അങ്ങനെ രോഗബാധിതനായി അദ്ദേഹം കിടക്കുമ്പോൾ ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനൊരു ദർശനം കൊടുക്കും. ആ ദർശനത്തിൽ ദൈവം പറയും, നീ പോയി നാടുവാഴുന്ന ഈ ഭരണാധികാരിയോട് പറയണം, ഈ രാജാവിനോട് നീ പോയി പറയണം, നിൻ്റെ രോഗം സുഖമാവില്ല, നീ മരിക്കും. നീ മരിക്കുന്നതിന് മുമ്പ് നീ നിൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ദൈവം ഇത് പറഞ്ഞിട്ട് അപ്രത്യക്ഷനായി. ഈ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് യെശയ്യാ പ്രവാചകൻ എഴുന്നേറ്റ് വേഗം പോവുകയാണ് കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഹെസക്കിയ രാജാവ് രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ ക്ഷീണിതനായി അവശനായി രോഗക്കിടക്കയിൽ കിടക്കുന്ന ഈ രാജാവിനോട് ഈ പ്രവാചകൻ ഒരു ഔദത്യവുമില്ലാതെ ഇങ്ങനെ ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, കർത്താവ് പറഞ്ഞത് അതേപോലെ തന്നെ അങ്ങ് പറയുക. ഈ പ്രവാചകൻ ഈ അവശനായി കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന ഈ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മഹാരാജാവേ, ദൈവം എന്നോട് അങ്ങയോട് പറയണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. അത് പറയാൻ വേണ്ടി വന്നതാ. അതിതാണ്: 1, അങ്ങയുടെ ഈ രോഗം കുറയില്ല, അത് വർദ്ധിച്ച് അങ്ങ് മരിക്കും. ദൈവം എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമാണ്, ഇത് അങ്ങയോട് പോയി പറയണം. ഈ രോഗം സുഖപ്പെടില്ല, അങ്ങ് മരിക്കും. അങ്ങ് മരിക്കുന്നതിന് മുമ്പ് ദൈവം പറയുകയാണ്, അങ്ങ് ഉറപ്പായിട്ട് ഉടനെ മരിക്കും. അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് അങ്ങ് ഒരു കാര്യം ചെയ്യണം, അങ്ങയുടെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തണം. അങ്ങ് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയൊരു നല്ലവനായ ഭരണാധികാരിയല്ലേ, ഒരുപാട് ആ രാജ്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഹെസക്കിയ. വലിയ ഭൗതികമായ അഭിവൃദ്ധി ഈ രാജ്യത്തിന് നൽകി. ഇസ്രയേലിൽ ചെയ്ത ഒരു വലിയ സമർത്ഥനായ രാജാവായിരുന്നു ഹെസക്കിയ. എന്നാൽ ദൈവം അവൻ്റെ പ്രവൃത്തികളെ മുഴുവനും വിലയിരുത്തിയിട്ട് പറയുക, നീ നാടിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ചെയ്തതെല്ലാം കൊള്ളാം, പക്ഷേ വീട്ടുകാര്യങ്ങൾ കുറേ കൂടി ക്രമപ്പെടുത്താനുണ്ട്. നാട്ടിൽ നീ നല്ലവനാകട്ടോ, നാടിന് നീ ഉപകാരിയാ, പക്ഷെ വീടിന് നീ കൊള്ളില്ല. നീ വീട്ടിൽ ചെല്ലേണ്ട പലതും നീ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തണം എത്രയും വേഗം, അല്ലെങ്കിൽ നീ ഉടനെ മരിക്കും. അതുകൊണ്ട് നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിമിതമായ സമയത്തിനുള്ളിൽ വേഗം നിൻ്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മ നമ്മളോട് മൗനമായി സ്വർഗത്തിൽ മകൻ്റെ അരികിലിരുന്നു കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ആടി വിളിച്ച് കാതുകളിൽ മന്ത്രിക്കുന്നത് ഇതാണ്: മക്കളെ,
നമ്മളുടെ ജീവിത കാലഘട്ടം പരിമിതമാണ് ഈ ആയുസ്. ഈ പരിമിതമായ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മൾ നമ്മുടെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തണം. നമ്മൾ നമ്മുടെ ജീവിതാന്തസ്സിനെ ക്രമപ്പെടുത്തണം. ക്രമരഹിതമായി പോകുന്ന ഈ ജീവിതത്തെ, ക്രമരഹിതമായി ഇരുണ്ടും വെളുത്തും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വത്സരങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തണം. ക്രമപ്പെടുത്തിയത് ദൈവരാജ്യത്തിന് ഫലദായകമാക്കി മാറ്റുന്ന ഒരു ജീവിതമാക്കി മാറ്റണം. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ സുവിശേഷത്തിലൂടെ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, കള്ളന്മാർ അപഹരിക്കാത്ത, തുരുമ്പും കീടങ്ങളും എടുക്കാത്ത സ്വർഗത്തിൽ നിൻ്റെ നിക്ഷേപം കൂട്ടണം. സ്വർഗത്തിൽ നിൻ്റെ നിക്ഷേപങ്ങൾ കൂട്ടണം. അങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടാൻ പരിശുദ്ധ അമ്മ ഈ ജീവിതകാലത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുക. ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ കൂട്ടാൻ, ജീവിതത്തെ കുറച്ചുകൂടി അടുക്കും ചിട്ടയുമുള്ളതാക്കി മാറ്റാൻ, കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ, ഈ ഭൂമിയിൽ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കിയിട്ട് തൻ്റെ അമ്മയെപ്പോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രതിഫലം വാങ്ങാനായി നമ്മൾ ഓരോരുത്തരും കയറിപ്പോകണമെന്ന് പ്രിയപ്പെട്ടവരെ ഈ തിരുനാളിൽ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കർത്താവിൻ്റെ മനോഹരമായൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം. വെളിപാടിൻ്റെ വിവരണങ്ങൾ ഇങ്ങനെ അവസാനിക്കാൻ പോകുമ്പോൾ കർത്താവ് വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ നമ്മളോട് ഇങ്ങനെ പറയുകയാണ്. 12-ാം വാക്യത്തിൽ, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് കർത്താവ് നിൽക്കുന്ന മഹനീയമായൊരു ദർശനത്തിൻ്റെ കാഴ്ച വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിൻ്റെ അവസാനം, നിത്യതയുടെ അവസാനം, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അവസാനം ഇതാ ഈ ഒരു കാഴ്ചയാണ്. നമ്മളെ കാത്തുകൊണ്ട് കയ്യിലിങ്ങനെ ഒരു വലിയ സമ്മാന പൊതിയുമായിട്ട് നിൽക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ ആ ദർശനമാണ് ജീവിതത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അവസാനത്തെ കാഴ്ച ചെയ്ത അവൻ്റെ മുമ്പിൽ ഒരു സമ്മാന പൊതിയുമായിട്ട് വന്നു നിൽക്കുന്ന ഒരു കർത്താവ്, അവൻ്റെ മുമ്പിൽ ഒരു കിരീടവും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ കാഴ്ച, അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ കാഴ്ച, ദൈവദർശനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ പ്രതിഫലവുമായിട്ട് വന്നു നിൽക്കുന്ന ആ കർത്താവിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ തങ്ങളെ തന്നെ സമർപ്പിച്ച്, തങ്ങളുടെ ആ ശിരസ് കുനിച്ച് ആ ശിരസിലേക്ക് അവൻ വെച്ച് നീട്ടുന്ന കിരീടം അത് ഏറ്റുവാങ്ങുന്നൊരു കാഴ്ചയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ സമാപനമെന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ കാഴ്ച അതല്ലേ? ഈ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അമ്മ പുത്രൻ്റെ മുമ്പിൽ, ത്രിത്വത്തിൻ്റെ മുമ്പിൽ ശിരസ് കുനിച്ച് നിൽക്കുന്നു. ആ ശിരസ് കുനിഞ്ഞ് നിൽക്കുന്ന, ആരാധിച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് തൻ്റെ നിയോഗം പൂർത്തിയാക്കിക്കൊണ്ട് വന്നു നിൽക്കുന്ന ഈ അമ്മയുടെ ശിരസിലേക്ക് ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഒരുമിച്ച് ആ ശിരസിലേക്ക് ഇങ്ങനെ സ്വർണ്ണ കിരീടം ചാർത്തുന്ന ഒരു രംഗം, അതാണ് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന രംഗം. ഇത് മറിയത്തിൻ്റെ മാത്രം ജീവിതത്തിൻ്റെ അവസാന രംഗമല്ല, മറിച്ച് സകല മാനവകുലത്തിലെ സകല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അവസാന രംഗം ഇതാണ് എന്ന് സ്വർഗവും സഭയും പരിശുദ്ധ അമ്മയും നമ്മളെ ഈ തിരുനാളിൽ ഓർമ്മിപ്പിക്കുക. ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് നമുക്കുള്ളത്. ഈ അമ്മയ്ക്ക് ലഭിച്ച ഈ ഭാഗധേയം, അമ്മയ്ക്ക് ലഭിച്ച ഈ നിയോഗവും ഈ സമ്മാനവും ഇത് തന്നെയാണ് നമ്മളുടെയും നിയോഗം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അവസാനം സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ തിരുനാൾ നമുക്ക് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ യാക്കോബ് ശ്ലീഹായും ഈ ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ആദ്യം മരിക്കുന്ന രക്തസാക്ഷിയാകുന്ന ശ്ലീഹ അത് യാക്കോബ് ശ്ലീഹയാണെന്ന് നമുക്കറിയാം. സഭ പാരമ്പര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ആദ്യം മരിക്കുന്ന ഈ ശ്ലീഹ, ആദ്യത്തെ ശിഷ്യന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയായ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം പ്രിയപ്പെട്ടവരെ
അതിൻ്റെ 12-ാം വാക്യത്തിൽ പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ പരീക്ഷകളുടെ അവസാനം ഒരു വിജയം, ഒരു ഉന്നതമായ വിജയം മനുഷ്യൻ നേടുന്നത് പോലെ ഈ ജീവിതമാകുന്ന പരീക്ഷയുടെ അവസാനത്തിൽ മനുഷ്യന് ദൈവം ഒരു വലിയ പ്രതിഫലം തരിക, ഒരു കിരീടം തരുമെന്ന് ഈ ശ്ലീഹ എഴുതി വയ്ക്കുക. ആ കിരീടം ആദ്യം വാങ്ങിക്കാൻ പോയ 12 ശിഷ്യന്മാരിൽ ആദ്യം പോയി വാങ്ങിച്ചെടുത്ത് ചാർത്തിയ ശ്ലീഹായാണ് ഈ യാക്കോബ് ശ്ലീഹ. ആ ശ്ലീഹ പറയുക, ഈ വലിയ പീഡനങ്ങൾ, ഈ വലിയ പരീക്ഷകൾ, അതിൻ്റെ അവസാനം നിത്യമായൊരു കിരീടമുണ്ട് എന്ന് ശ്ലീഹായും നമ്മെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു വലിയ കിരീടത്തിൻ്റെ കാര്യമാണ്. അധ്വാനിക്കുന്നവന് ദീർഘമായ അധ്വാനം, ക്ലേശകരമായ അധ്വാനം, നീണ്ടു നിൽക്കുന്ന അധ്വാനം, ഈ അധ്വാനത്തിനപ്പുറത്ത് നമുക്ക് ഒരു പ്രതിഫലം, ഒരു സമ്മാനം, ഒരു കിരീടമുണ്ട് എന്ന് ഈ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ഏടുകളിലും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഒക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഉത്തരം, ഒരു മനുഷ്യന് ദൈവം തരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൻ്റെ ഭൗതികമായ പ്രതിഫലമല്ല. മനുഷ്യന് ദൈവം തരുന്ന സമ്മാനം എന്ന് പറയുന്നത് ഇറ്റേണൽ ഗ്ലോറി, ദൈവികമായ നിത്യമായ മഹത്വം. അതാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. പലപ്പോഴും നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന കേവലങ്ങളായ നന്മകളെ ദൈവത്തിൻ്റെ സമ്മാനങ്ങളായിട്ട് വർണ്ണിക്കാറുണ്ട്. എനിക്ക് നല്ല ആരോഗ്യം കിട്ടി, എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് ജോലി കിട്ടി, എനിക്കൊരു നല്ല കുടുംബം കിട്ടി, എനിക്ക് ഒരു ഭവനം കിട്ടി, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. തീർച്ചയായും അതിനെയൊക്കെ നമ്മൾ വളരെ ഉന്നതമായ ശ്രേഷ്ഠമായ സമ്മാനങ്ങളായിട്ട് വാഴ്ത്തുമ്പോൾ പരിശുദ്ധ അമ്മയും തിരുവചനവും ഈ തിരുനാളും നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ഭൗതികമായ നന്മകളല്ല കേട്ടോ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ സമ്മാനം. ദൈവത്തിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് നിത്യമായ മഹത്വത്തിലേക്ക് ഒരു മനുഷ്യനെ കയറ്റുക എന്നതാണ്. നിത്യതയിലേക്ക് കയറ്റുക, നിത്യമായ മഹത്വം അണിയിക്കുക, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയുടെ പ്രതിഫലം, സമ്മാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ പ്രതിഫലം എന്താ? അത് ഈ ലോകത്തിൽ ലഭിച്ച പ്രതിഫലങ്ങളല്ല. രക്ഷകൻ്റെ അമ്മയായി മാറാൻ പറ്റി, ഈശോയെ കരങ്ങളിലെടുക്കാൻ പറ്റി, ഈശോയെ പാലൂട്ടാൻ പറ്റി, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറ്റി, ഈശോയ്ക്ക് ഉടുപ്പ് തുന്നിക്കൊടുക്കാൻ പറ്റി. ഇതൊക്കെ അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യങ്ങളാണ്. പ്രിയപ്പെട്ടവർ, ഇതൊന്നും അല്ല കേട്ടോ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലം. അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലം ഈ തിരുനാളിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുക, അത് ഇറ്റേണൽ ഗ്ലോറിയാണ്. ദൈവമഹത്വം, സ്വർഗീയ മഹത്വം. ആ മഹത്വത്തിൽ പുത്രനോട് കൂടെ പങ്കുചേരാൻ പറ്റി എന്നതാണ് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്വം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നവർക്ക്, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക്, ഈശോയെ പ്രതി നന്മയുടെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ പൂർത്തിയാക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രതിസമ്മാനമാണ് ഈ ഇറ്റേണൽ ഗ്ലോറി. പ്രിയപ്പെട്ടവരെ, ആ ഒരു നിത്യമായ മഹത്വം, ആ മഹത്വം മറിയം കൈവരിക്കുന്നത് ഈ തിരുനാളിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ പരസ്യജീവിതകാലം മുഴുവനും ഈ ഒരു പ്രതിഫലം ലക്ഷ്യമാക്കി ഓടണമെന്നുള്ള ഒരു വലിയ ചിന്ത നമുക്ക് തരുന്നുണ്ട് ഈശോ. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും ഈ പ്രതിഫലം നൽകുവാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ച് വീക്ഷിച്ച് മനുഷ്യനെ നോക്കുന്ന കാഴ്ച ബൈബിളിൽ കാണാം. പ്രതിഫലം നൽകാൻ വേണ്ടി ഓരോരുത്തരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നൊരു ഈശോയുടെ പരസ്യജീവിതകാലത്തെല്ലാം നമ്മൾ ഈ ഒരു വലിയ കാഴ്ച കാണുന്നുണ്ട്. അവൻ മനുഷ്യരെ ഇങ്ങനെ സൂക്ഷിച്ച് വീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ ധ്യാനിക്കുന്നുണ്ടല്ലോ, അവനൊരിക്കലും ദേവാലയത്തിൽ ഇങ്ങനെ ഭണ്ഡാരപ്പെട്ടിയുടെ അടുത്തിരിക്കുമ്പോൾ അവിടെ മനുഷ്യർ വന്ന് ഇങ്ങനെ ചാക്കുകെട്ടിന് പൈസ കൊണ്ടുവന്ന്, നാണയങ്ങൾ കൊണ്ടുവന്ന് മറിക്കുന്ന കാഴ്ച, ദേവാലയത്തിലേക്ക് കൊടുക്കുന്ന കാഴ്ച ഈശോ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ദേവാലയത്തിൻ്റെ ഭണ്ഡാരപാത്രത്തിനരികിലിരുന്നിട്ട് ഈശോ സൂക്ഷിച്ച് വീക്ഷിച്ചു കൊണ്ടിരിക്കുക. അവിടെ ഒരു പാവപ്പെട്ട വിധവയായ സ്ത്രീ ചില്ലിക്കാശ് കൊണ്ട് കടന്നു വരുന്നു, ഒരു ചെമ്പ് നാണയം കൊണ്ട് കടന്നു വരുന്നു. അതെവിടെയെങ്കിലും വീണാൽ അലോസരമായ ശബ്ദം കേൾക്കും. അതുകൊണ്ട് നാണക്കേട് വിചാരിച്ചവൾ ഇങ്ങനെ തൻ്റെ ആ മുഷിഞ്ഞ കീറത്തുണിക്കുള്ളിൽ ആ
ചെമ്പ് നാണയം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് ആരും കാണാതെ രഹസ്യമായി ആ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് നിക്ഷേപിച്ചിട്ട് തിരിയുമ്പോൾ കർത്താവ് ആ പാവപ്പെട്ട വിധവയെ നോക്കിയിട്ട് പറയും, മാലോകരേ, ഈ ദേവാലയത്തിൽ ഏറ്റവും കൂടുതലായി നിക്ഷേപിച്ചത്, വലിയ തുക സമ്മാനിച്ചത് ഈ പാവപ്പെട്ട വിധവയാണ്. ഇവളുടെ ചെമ്പ് നാണയത്തിൻ്റെ കിലുക്കം അത് സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്വർണ്ണ നാണയങ്ങളുടെ കിലുക്കത്തെ അതിലംഘിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീയുടെ ചെമ്പ് നാണയത്തിൻ്റെ കിലുക്കം അത് സ്വർഗത്തിലെത്തിയെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹൃദയം കാഴ്ച തൻ്റെ സമർപ്പണത്തിൻ്റെ ആഴം കർത്താവ് കാണുകയാണ്. ബാഹ്യമായതിലല്ല. സുവിശേഷം പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ ബാഹ്യമായവയിൽ ശ്രദ്ധിക്കുന്നു, ദൈവമാകട്ടെ ഹൃദയഭാവത്തിലും. പ്രിയപ്പെട്ടവരിപ്പോൾ ഹൃദയങ്ങൾ കണ്ട് പ്രതിഫലം കൊടുക്കുന്ന ഒരു കർത്താവ്, ഹൃദയം കണ്ട് പ്രതിഫലം സമ്മാനിക്കുന്ന ഒരു കർത്താവിനെ ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ബാഹ്യമായവയിലല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാൻ അമ്മയുടെ ഈ സ്വർഗാരോപണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രതിഫലം കർത്താവ് അളക്കുന്നത് ഹൃദയത്തിൻ്റെ അളവുകോല് കൊണ്ടാണ്. ഹൃദയത്തിൽ എത്രമാത്രമുണ്ട് എന്നത് നോക്കിയിട്ടാണ് സ്വർഗം ഈ നിത്യതയുടെ പ്രതിസമ്മാനം അളക്കുക. പ്രിയപ്പെട്ടവരെ, പുരാതന ഈജിപ്തുകാരുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്, അവരുടെയൊക്കെ ഈ പിരമിഡുകളിൽ, രാജാക്കന്മാരെ അടക്കം ചെയ്തിരിക്കുന്ന പിരമിഡുകളിൽ ഒരു ചിത്രമുണ്ട്, ഒരു ത്രാസിൻ്റെ ചിത്രം. ആ ത്രാസിൻ്റെ ചിത്രത്തിൽ രണ്ട് തട്ടുകൾ, ഒരു ത്രാസിൻ്റെ രണ്ട് തട്ടുകൾ, ആ തട്ടുകളിൽ ഓരോ വസ്തുക്കൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുക. അതിലൊരു തട്ടിൽ ഒരു ഹൃദയമാണ്. ഈ മരിച്ച് അടക്കം ചെയ്തിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹൃദയം വരച്ചു വച്ചിരിക്കുകയാണ്. മറു തട്ടിൽ ഈ ഈജിപ്തുകാർ ചെയ്യുക ഒരു തൂവലാണ്, അവരുടെ ഒരു ദേവതയുടെ ചിറകിൻ്റെ തൂവലാണ് എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നതുമൊക്കെ വ്യാഖ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ ത്രാസ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ ഹൃദയം ഈ ദേവതയുടെ ചിറകിൻ്റെ തൂവലിനോട് ചേർത്ത് വെച്ചിങ്ങനെ തൂക്കിക്കഴിയുമ്പോൾ ഏതാണ് ഘനമുള്ളതെന്ന് നോക്കും. അതിനനുസരിച്ചാണ് അവനെ നിത്യതയിൽ അവൻ്റെ പ്രതിഫലം കിട്ടുക എന്ന് ഒരു വലിയ പുരാതനമായ വിശ്വാസം ഈജിപ്തുകാരുടെ ഇടയിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവ് നമ്മുടെ മുമ്പിൽ ഹൃദയത്തിൻ്റെ തൂക്കം നോക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനകളിൽ ഹൃദയത്തിൻ്റെ ഭാവം കർത്താവ് നോക്കുക. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ മുറിയിൽ ചെന്ന് കതകടച്ച് രഹസ്യത്തിൽ നീ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന, നിൻ്റെ രഹസ്യത്തിലുള്ള പ്രാർത്ഥന ആകാശമേഘങ്ങളെ തുളച്ച് സ്വർഗത്തിലെത്തുമെന്ന് കർത്താവ് പറഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ പെരുമ്പറ കൊട്ടി നാട്ടുകാരെ അറിയിച്ച് നീ ദാനധർമ്മം ചെയ്യരുത്. നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കണം. അപ്പോൾ നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഹൃദയത്തിൻ്റെ ഒരളവുകോല് എപ്പോഴും പിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ, ദാനധർമ്മങ്ങളിൽ, സ്നേഹത്തിൽ, സമർപ്പണത്തിലെല്ലാം, വിശ്വാസത്തിലെല്ലാം കർത്താവ് ഹൃദയത്തിൻ്റെ ഒരാഴം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ വിശ്വാസിയായിട്ട് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നതൊക്കെ ഒരു വിജാതീയനായ മനുഷ്യനാണ്. ഒരു വിജാതീയനായ മനുഷ്യൻ, അവൻ അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവ് അവനെ വാഴ്ത്തുക, ഇതുപോലൊരു വിശ്വാസിയെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവനെ വാഴ്ത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പാദങ്ങളിൽ കണ്ണുനീര് കൊണ്ട് കഴുകി ആ പാദങ്ങളിൽ ചുംബിച്ച് സുഗന്ധലേപനം ഒഴിക്കുന്നൊരു സ്ത്രീയെ കർത്താവ് വാഴ്ത്തുന്നത് നമ്മൾ കാണും. അവൾ ഒഴുക്കിയ നാർദീൻ തൈലത്തിൻ്റെ പരിമളമെങ്ങനെ ആ പരിസരങ്ങളിലെങ്ങും പടരുമ്പോൾ കർത്താവ് അതിനെ എടുത്ത് വാഴ്ത്തിയിട്ട് പറയും, മകളെ, ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ, ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടോ, അവിടെയെല്ലാം നിൻ്റെ ഓർമ്മ ഈ പരിമളം പോലെ നിൻ്റെ ഓർമ്മ ഇങ്ങനെ പ്രസംഗിക്കപ്പെടുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഹൃദയത്തിലേക്ക് നോക്കി, ഹൃദയത്തിൻ്റെ സ്നേഹം, ഹൃദയത്തിൻ്റെ തൂക്കം, അതിനെ വാഴ്ത്തി പ്രതിഫലം നൽകുന്നവനാണ്. ഈ ഓർമ്മ നമുക്ക് സൂക്ഷിക്കാം. അമ്മയുടെ ഈ സ്വർഗാരോപണ തിരുനാളിൽ അമ്മ തൻ്റെ പ്രതിഫലം വാങ്ങിച്ച് പുത്രൻ്റെ സിംഹാസനത്തിനരികിൽ നിൽക്കുമ്പോൾ അമ്മ നമ്മോട് പറയുന്നു, എല്ലാത്തിനും ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം വാങ്ങിക്കാൻ നമുക്ക് അധ്വാനിക്കാം, നല്ല ഓട്ടമോടാം. അതിനുവേണ്ടി അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ നമ്മെ ആവേശം കൊള്ളിക്കുന്നു. അമ്മയുടെ ഈ സമ്മാനം കാണിച്ചു തന്നുകൊണ്ട് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ആമേൻ.